ഇനി കാർഷിക വാർത്തകൾ നോക്കാം. ആഭ്യന്തര വിപണിയിൽ റബ്ബർ വില റെക്കോർഡ് വർധനവിലേക്ക്. കിലോയ്ക്ക് 253 രൂപ പിന്നിട്ടു. കോട്ടയം വിപണിയിൽ കിലോയ്ക്ക് 260 രൂപ നിരക്കിലാണ് വിൽപ്പന നടന്നത്. വേനൽ കടുത്തതോടെ റബ്ബർ ഉൽപാദനത്തിൽ വൻ ഇടിവുണ്ടായതാണ് വിപണിയെ ബാധിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യവും റബ്ബർ ഉൽപാദന മേഖലകളിലെ കഠിനമായ ചൂടുമാണ് പെട്ടെന്നുള്ള ഈ വിലവർധനവിന് കാരണമായതെന്ന് ഇന്ത്യൻ റബ്ബർ ഡീലേഴ്സ് ഫെഡറേഷൻ പറയുന്നു. ആഭ്യന്തര വിപണിയിൽ റബ്ബർ കിലോയ്ക്ക് 253 രൂപ എന്ന നിലയിലാണുള്ളത്. എന്നാൽ വിതരണത്തിലെ കുറവ് മൂലം കോട്ടയം വിപണിയിലെ ചില ഇടപാടുകൾ കിലോയ്ക്ക് 260 രൂപ നിരക്കിൽ വരെ നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. വരും ദിവസങ്ങളിൽ ഇതിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ പറയുന്നു. വില ഉയർന്നതോടെ നേരത്തെ ടാപ്പിംഗ് നിർത്തിവച്ചിരുന്ന തോട്ടങ്ങളിൽ വീണ്ടും ടാപ്പിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഇത് വിപണിയിലേക്ക് കൂടുതൽ റബ്ബർ എത്താൻ കാരണമാകും. അന്താരാഷ്ട്ര വിപണിയിൽ നിലവിൽ റബ്ബർ വില കിലോയ്ക്ക് 288 രൂപയാണ്. വില ഇനിയും കൂടുമെന്ന പ്രതീക്ഷയിൽ കർഷകർ സ്റ്റോക്ക് പിടിച്ചുവെക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ റബ്ബറിന്റെ ഗുണമേന്മ കുറയാൻ സാധ്യതയുള്ളതിനാൽ അധികകാലം സ്റ്റോക്ക് സൂക്ഷിക്കാൻ കഴിയില്ലെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടുന്നു. കേരളത്തിൽ UDF അധികാരത്തിൽ വന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ 250 രൂപ തറവില വാഗ്ദാനം നടപ്പിലാക്കുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. വേനൽ മഴയും മെയ് പകുതിയോടെ എത്തുന്ന ഇടവപ്പാതിയും ഈ സീസണിൽ മികച്ച വിളവ് നൽകുമെന്നും കർഷകർ കണക്കുകൂട്ടുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിദേശ ബയർമാരുടെ ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്ന് കൊച്ചി ലേലത്തിൽ ഓർത്തഡോക്സ് തേയില വില കിലോയ്ക്ക് 9 രൂപയോളം ഇടിഞ്ഞു. ഹോർമുസ് പ്രതിസന്ധിയെ തുടർന്ന് കപ്പലുകൾ വഴിതിരിച്ചുവിടുന്നതും പുതിയ ചരക്ക് നീക്കത്തിനുള്ള ഷിപ്പിംഗ് നിരക്കുകൾ നിശ്ചയിക്കുന്നതിലെ കാലതാമസവുമാണ് വിപണിയെ ബാധിച്ചത്. ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം കാരണം ഷിപ്പിംഗ് നിരക്കുകൾ വർദ്ധിച്ചതാണ് കയറ്റുമതിക്കാരെ പിന്നോട്ടടിച്ചത്. ഇതാണ് വാരാന്ത്യ വിൽപ്പനയിൽ പ്രതിഫലിച്ചത്. പ്രധാനമായും CIS മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിക്കാർ ലേലത്തിൽ സജീവമായിരുന്നില്ല. ഓർത്തഡോക്സ് തേയിലയുടെ ശരാശരി വില കഴിഞ്ഞ ആഴ്ചയിലെ 193 രൂപ 28 പൈസയിൽ നിന്ന് 184 രൂപ 36 പൈസയായി കുറഞ്ഞു. ഓർത്തഡോക്സ് വിഭാഗത്തിൽ 1,98,488 കിലോ തേയിലയാണ് ലേലത്തിനെത്തിയത്. നീലഗിരി വിഭാഗത്തിലെ ഹോൾ ലീഫ് ബ്രോക്കൺ ഇനങ്ങൾക്ക് വില സ്ഥിരതയോ ചെറിയ വർധനയോ ഉണ്ടായപ്പോൾ മറ്റു ഗ്രേഡുകൾക്ക് വില കുറഞ്ഞു. മൊത്തം വിൽപ്പന 94%. CTC ഇലകൾക്കും പൊടിത്തേയിലയ്ക്കും ഡിമാൻഡ് കുറവായിരുന്നു. പ്രാദേശിക വിപണിയിൽ പാചകവാതക ക്ഷാമം തുടരുന്നത് ചായക്കടകളിലെ ഉപഭോഗത്തെ ബാധിച്ചിട്ടുണ്ട്. ഇത് CTC തേയിലയുടെ ഡിമാൻഡ് കുറയാൻ കാരണമായി എന്നാണ് വിലയിരുത്തൽ. ഓർത്തഡോക്സ് തേയിലയ്ക്ക് ആഗോളതലത്തിൽ ക്ഷാമം അനുഭവപ്പെടുന്നതിനാൽ വരുമാഴ്ചകളിൽ വിപണി തിരിച്ചുവരുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. ഷിപ്പിംഗ് മേഖലയിലെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്നതോടെ കയറ്റുമതി വീണ്ടും സജീവമാകും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.